Hello, in this section we are discussing about tourism publicity. Publicity. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏതൊരു ബിസിനസ്സും അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിലും പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് റിവ്യൂ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിനോ ഒക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ഒരു റിലയബിലിറ്റി ഉള്ളത്, കൂടുതൽ ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ. ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തണമെങ്കിൽ പബ്ലിസിറ്റി ആവശ്യമാണ്. പബ്ലിസിറ്റി പലതരത്തിലുണ്ട്. ഇനി പബ്ലിസിറ്റി ഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ജനറേറ്റിംഗ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടാണ് പബ്ലിസിറ്റി ഷിപ്പ് എന്ന് പറയുന്നത്. ഈ പബ്ലിസിറ്റി ഷിപ്പ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ടായിരിക്കും. എങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് പറയുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുന്നെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് അത് നമ്മുടെ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് പബ്ലിസിറ്റി ഷിപ്പ് എന്ന് പറയുന്നത്. ഈ ടൂറിസത്തിൽ പബ്ലിസിറ്റി ഷിപ്പ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. Tourism organizations mainly use 4 types of publicity methods: printed publicity material, projected publicity, structural publicity, personal publicity. First one is printed publicity material. ആ പേരിൽ തന്നെയുണ്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള പബ്ലിസിറ്റി മെറ്റീരിയലിനെയാണ് പ്രിന്റഡ് പബ്ലിസിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും പ്രിന്റഡ് പബ്ലിസിറ്റി മെറ്റീരിയൽ പ്രധാനമായിട്ടുമുള്ളത് പബ്ലിസിറ്റി ലീഫ്ലെറ്റ് ഉണ്ട്, ഫോൾഡർ ഉണ്ട്, ബ്രോഷർ ഉണ്ട്, പോസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് പബ്ലിസിറ്റി ലീഫ്ലെറ്റ്. It is used among others as insert and enclosure in the case of conveying information or communicating to the knowledge of the largest possible number of persons. സാധാരണ രീതിയിൽ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ കാണപ്പെടുന്ന നോട്ടീസ് അത് തന്നെയാണ് പബ്ലിസിറ്റി ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. ഒരു പേജിന്റെ 2 വശങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയവ കാണും. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ കൂടെ നടത്തുന്ന പബ്ലിസിറ്റിയാണ് പബ്ലിസിറ്റി ലീഫ്ലെറ്റ്. Second is folder. Folder is the most common used and most important medium for tourism publicity. It is an organizer of printed information. Folder നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലെ ഒരു പിക്ചർ ഫോൾഡർ എന്താണെന്ന്. ഒരു വശം അടക്കിയിട്ടുള്ള ഒരു പേപ്പറാണ് ഫോൾഡർ എന്ന് പറയുന്നത്. ഇതൊരു ഓർഗനൈസറാണ്, പ്രിന്റഡ് ഇൻഫോർമേഷൻ്റെ ഒരു ഓർഗനൈസറാണ്. ഇതും ഒരു ടൂറിസം പബ്ലിസിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീഡിയമാണ്. ബ്രോഷർ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു പബ്ലിസിറ്റി മെറ്റീരിയലാണ് ബ്രോഷർ. ഇറ്റ് ഈസ് ആക്ച്വലി is an information paper document that can be folded into template, pamphlet or leaflet. ബ്രോഷർ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് പേപ്പർ ഡോക്യുമെന്റ് ആണ്. പ്രധാനമായിട്ടും അഡ്വർടൈസ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്. ഇതിനെ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ടോ പാംലെറ്റ് ആയിട്ടോ ലീഫ്ലെറ്റ് ആയിട്ടോ ഫോൾഡ് ചെയ്യാൻ പറ്റും. The brochure is different from the folder in size as well as in content and detail. ഈ ഫോൾഡറും ബ്രോഷറും തമ്മിൽ മാറിപ്പോകരുത്. ഫോൾഡർ എന്ന് പറയുമ്പോൾ ഒറ്റ ഫോൾഡർ മാത്രമേ കാണത്തുള്ളൂ. ബ്രോഷർ അങ്ങനെയല്ല, 3, 4, 6 ഒക്കെ അതിൽ ഫോൾഡ് കാണും. അതിൻ്റെ കണ്ടന്റും ഡീറ്റെയിലും കൂടുതലായിരിക്കും. The brochure offers greater possibilities than the folder to combine with each other publicity and service, suggestion and information. ഇനി ഒരു ബ്രോഷർ ഒരു ഫോൾഡറിനെക്കാട്ടും കൂടുതലായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട്. കാരണം കൂടുതൽ പബ്ലിസിറ്റി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, കൂടുതൽ സർവീസ് ഓപ്ഷൻസ്, കണ്ടന്റ് കൂടുതലാണ്, സജഷൻസും ഇൻഫോർമേഷൻസും ഒക്കെ കിട്ടുന്നത് ഒരു ബ്രോഷറിൽ നിന്നാണ്. Then poster. A poster is a temporary promotion of an idea of product or even put up in a public space for mass consumption. പോസ്റ്റർ എന്ന് പറയുന്നത് ടെമ്പററി പ്രൊമോഷൻ ഐഡിയ ആണ്. പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് സ്പേസിൽ ഒരു മാസായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ്റ്റേഴ്സ് എപ്പോഴും അവിടെ തന്നെ കാണുമെന്നില്ല. ഓരോ തവണയും ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴോ ആ പോസ്റ്റേഴ്സ് മാറ്റാറുണ്ട്. Typically, posters include both textual and graphic elements, although a poster may be either wholly graphical or wholly text. ഈ പോസ്റ്റേഴ്സിന്റെ പ്രത്യേകത ടെക്സ്റ്റും ഗ്രാഫിക് എലമെന്റ്സും കൂടെ മിക്സ് ചെയ്തും അത് കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് മാത്രമായിട്ടോ ഒരു പോസ്റ്റർ കാണാറുണ്ട്. The tourist poster should combine its
effectiveness based on psychological factors with the task of expressing the impersonalization of a country as a tourist destination, working on the limited means at its disposal. ഒരു ടൂറിസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതായത് കുറേ ഘടകങ്ങൾ അതിൽ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകണം. ഒന്നെന്ന് പറയുന്നത് കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് സ്വന്തം രാജ്യത്തിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ പറ്റി നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതിലുണ്ടായിരിക്കണം. മാത്രമല്ല അത് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ മിനിമം ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ വെച്ചിട്ട് മാക്സിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും നമ്മുടെ കേരള ഗോഡ്സ് ആൻഡ് കൺട്രിയുടെ ഒരു പോസ്റ്ററാണ്. അതിൽ നമ്മുടെ ആലപ്പുഴയുടെ ടൂറിസം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. മാർക്കോപോളോ came from Venice. What is stopping you? മാർക്കോപോളോ വെനീസ് എന്ന് വരെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവും ക്യാച്ചിയും ആയിട്ടൊരു പോസ്റ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ ആയിരിക്കും ടൂറിസ്റ്റ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആളുകൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡിസൈനിങ് ആയിരിക്കും അതിൽ കാണപ്പെടുന്നത്. Publicity journal. It is utilized at present by almost every national tourist publicity organization, and it is more representative than any other forms of printed material, but it is expensive and therefore limited in its circulation. ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നാഷണൽ ടൂറിസ്റ്റ് പബ്ലിസിറ്റി ഓർഗനൈസേഷനും ഇഷ്യൂ ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി മെറ്റീരിയലാണ് പബ്ലിസിറ്റി ജേർണൽ എന്ന് പറയുന്നത്. മറ്റെല്ലാ പ്രിന്റഡ് മെറ്റീരിയലിനെ അപേക്ഷിച്ചും ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് പബ്ലിസിറ്റി ജേർണൽ. 200 പേജസ് കാണും. അപ്പോൾ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഇറക്കിയിട്ടുള്ള ടൂറിസം കേരള എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി ജേർണലാണ്. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി പ്രത്യേകം ഇൻഫോർമേഷൻ ഉണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം ഏതാണ്, അവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ട്രാവൽ റൂട്ട് എങ്ങനെയാണ്, പിന്നെ ഓരോന്നും ഹൈലൈറ്റ് ചെയ്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. വൈൽഡ് ലൈഫ് എങ്ങനെയാണ്, വാട്ടർഫോൾസ് എവിടെയാണ്, ആയുർവേദം എവിടെയാണ്, ഫെസ്റ്റിവൽസ് എങ്ങനെയാണ്, ഫുഡിൻ്റെ കാര്യം, അങ്ങനെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഗൈഡ് പോലെയാണ്, ഒരു ടൂർ ഗൈഡ് പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം 200-300 പേജുള്ള കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ച് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് മാത്രമേ അവർ അച്ചടിക്കുന്നുള്ളൂ. ഇതിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നതും വളരെ കുറവാണ്. Projected publicity. It comprises film and slide publicity, plus films or travelogue. Projected publicity ഒന്നാമത് വരുന്നത് ഫിലിം അല്ലെങ്കിൽ ട്രാവലോഗാണ്. ട്രാവലോഗ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒത്തിരി പേര് ഇപ്പോൾ ട്രാവലോഗ്സ് സ്വന്തമായിട്ട് കുറേ ബ്ലോഗ്സും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് യാത്ര ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വരുന്ന 2 പേരാണ്. ഒന്ന് SK പൊറ്റക്കാട്, അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ കൂടെയൊക്കെ നമുക്ക് ആ ട്രാവലോഗ് നല്ല രീതിയിൽ തന്നെ ഓരോ സ്ഥലത്തിനെ പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് ജോർജ് കൊളങ്ങരയാണ്. ആ സാറ് ഒത്തിരി കാര്യങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ആ സ്ഥലത്തിനെ പറ്റിയിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഫിലിംസും ട്രാവലോഗും എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റഡ് പബ്ലിസിറ്റി ആണ്. ഒന്നാമത് ഫിലിംസിൽ എങ്ങനെയാണെന്ന് നോക്കാം. Film is an outstanding publicity medium, not only on account of its representational potentialities, but also because of its suggestive power. The color film is assuming increasing significance within the framework of tourist publicity. The central idea of film should be expressive in terms of motion, and this accounts for the cardinal rule of all publicity films. Short text but plenty of action, which should capture the attention of the spectators and also aims at influencing the memory through emotional factors. Publicity effectiveness is a characteristic not only of the purely publicity film, but also of the feature film as well as the instructional or detective film. ഈ ഫിലിംസ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഫിലിംസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ പറ്റി വിവരിക്കാൻ മാത്രമായിട്ടുള്ള ട്രാവലോഗ് രീതിയിലുള്ള ഫിലിംസ്. രണ്ടാമത്തത് സാധാരണ രീതിയിലുള്ള ഫീച്ചർ ഫിലിംസ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഫിലിംസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഗവി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനെ പറ്റിയിട്ട് നമ്മുടെ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ പേര് ഗവിയിൽ പോകാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് പോയ ഒരുപാട് പേര്, അതിനുശേഷം ഒരുപാട് പേര് ആ സ്ഥലത്തോട്ട് യാത്ര ചെയ്തവരുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് സീക്വൻസിൽ ഒരു സ്ഥലം കാണിക്കുന്നത് അത് കണ്ട് മനോഹരത കണ്ടിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫീച്ചർ ഫിലിംസ് ആയാലും
ഇൻസ്ട്രക്ഷണൽ ഫിലിംസ് ആയാലും ഒക്കെ തന്നെ ഒരു പബ്ലിസിറ്റി മീഡിയമാണ്. കാരണം എന്ന് പറയുന്നത് അതൊരു മോഷൻ ഫിലിം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ എപ്പോഴും അത് പതിഞ്ഞിരിക്കുകയും അവർക്ക് അവിടെ പോകാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫിലിംസും ട്രാവലോഗ് ഒരുപക്ഷെ നമുക്ക് ഡയറക്റ്റ് ആണെന്ന് പറയാം, ആളുകളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി മീഡിയം ആവുകയാണ്. Slide publicity. It is a publicity by means of social media, radio, television, advertisement, websites, etc. ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പബ്ലിസിറ്റി മോഡലാണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ റേഡിയോയിലോ ടെലിവിഷനിലോ മറ്റ് അഡ്വർടൈസ്മെന്റ്സിലോ വെബ്സൈറ്റ്സിലോ ഒക്കെ വഴി വരുന്ന പബ്ലിസിറ്റിയാണ് സ്ലൈഡ് പബ്ലിസിറ്റി. Structural publicity. Structural publicity comprises all publicity measures which manifest themselves in constructions and structures. It includes establishment and equipment of a tourist publicity office abroad, participation in fairs and exhibitions, the preparation of showcases and window displays, etc. സ്ട്രക്ചറൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ എക്സിബിഷനോ എന്തെങ്കിലുമൊക്കെ മേളയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ഫീച്ചേഴ്സ് റെപ്രസെൻ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുന്ന കൺസ്ട്രക്ഷൻസും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസും ഒക്കെയാണ് സ്ട്രക്ചറൽ പബ്ലിസിറ്റിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ദുബായ് എക്സ്പോ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്ത്യയുടെ ഒരു പവേലിയൻ അവിടെ ഉണ്ടായിരിക്കും. ആ പവേലിയനകത്ത് തന്നെ ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഓഫീസ് ബോർഡ് കാണും, അവിടുത്തെ ഇന്ത്യയുടെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കൺസ്ട്രക്ഷൻസും അല്ലെങ്കിൽ വിൻഡോ ഡിസ്പ്ലേസും എക്സിബിഷൻസോ ഫെയർസോ ഒക്കെ അതിനകത്ത് തന്നെ നടക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസ് കാണും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഡക്ട്സ് അവിടെ കാണിക്കും, ഡിസ്പ്ലേ ചെയ്യും, ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയാണ് സ്ട്രക്ചറൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യം വേണ്ട, നമ്മൾ സപ്പോസ് ഇപ്പോൾ ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഇതുപോലെയൊക്കെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നെങ്കിലും അതും സ്ട്രക്ചറൽ പബ്ലിസിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. Personal publicity. It ranges from informational sales talk to the publicity travel, printed media interviews, radio broadcast, television interviews, reception, etc. പേഴ്സണൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ അടുത്തോ ആ ഒരു യാത്രയെ പറ്റി ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കുകയാണ്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അല്ലെങ്കിൽ പ്രിന്റഡ് മീഡിയയിലോ റേഡിയോ ബ്രോഡ്കാസ്റ്റിലോ ടെലിവിഷൻ ഇൻ്റർവ്യൂസിലോ ഒക്കെ ആരെങ്കിലും ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് മനോഹരമായിട്ട് വിവരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹോട്ടൽസിൻ്റെ റിസപ്ഷനിൽ ആ റിസപ്ഷനിസ്റ്റ് ഇന്ന സ്ഥലത്ത് നല്ല കാഴ്ചകളുണ്ട് അതൊക്കെ ഒരാളടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ പബ്ലിസിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസം പബ്ലിസിറ്റി മെത്തേഡ്സ്.